ആരെങ്കിലും തനിക്ക് ലിഫ്റ്റ് തരാനായി വെയിറ്റ് ചെയ്യുകയാണ് മേരി. ഇതേ സമയം അവിടെ മറ്റു 2 സ്ത്രീകളും ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോട് പോയി സംസാരിച്ചപ്പോൾ അവരും നവാഡയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ 3 പേരും ഗ്രൂപ്പായിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം ഇവർ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കണ്ട് ഒരു പാസഞ്ചർ വാൻ ഇവർക്ക് ലിഫ്റ്റ് കൊടുക്കാനായി റോഡരികിൽ സ്റ്റോപ്പ് ചെയ്തു. അവർ നിന്നതിന് 20 അടി മുന്നോട്ട് മാറിയാണ് ആ വാൻ നിന്നത്. 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളാണ് ആ വാനിൽ. സോ ഇപ്പൊ മേരി എന്തുവാ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ നില്ല്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ വാന്റെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം ഞങ്ങളും സൗത്ത് സൈഡിലേക്കാണ് പോകുന്നത്, ഞങ്ങൾക്ക് ലിഫ്റ്റ് തരുമോ എന്ന് വാനിലുള്ള ആളോട് ചോദിച്ചു. അപ്പോൾ ആ വാനിലുള്ള ആൾ പറഞ്ഞു, നിനക്ക് മാത്രം ഞാൻ ലിഫ്റ്റ് തരാം, ബാക്കി 2 പേരെ വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല. ഇത് കേട്ട മേരി ചോദിച്ചു, സാർ വണ്ടിയിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ, ഞങ്ങൾക്ക് 3 പേർക്കും ലിഫ്റ്റ് തന്നൂടെ എന്ന്. അതൊന്നും പറ്റില്ല, നിനക്ക് വേണേ വന്നാൽ മതി എന്ന് വണ്ടിക്കാരൻ മറുപടി പറഞ്ഞു. അങ്ങനെ വേറെ വഴിയില്ലാതെ മേരി സമ്മതം മൂളി. ഈ കാര്യം മേരി മറ്റു 2 സ്ത്രീകളോട് പറഞ്ഞപ്പോൾ, നിനക്ക് മാത്രം ലിഫ്റ്റ് തരുന്നതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, വേണ്ട നീ പോകരുത് എന്നായിരുന്നു അവരുടെ മറുപടി. പക്ഷേ മേരി, ഇല്ല എനിക്കിപ്പോ വീട്ടിൽ പോകണം, ഇത് മിസ്സായാൽ ഇനി ആര് എപ്പോ ലിഫ്റ്റ് തരുമെന്നറിയില്ല, സോ ഞാൻ ഈ വാനിൽ തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരോട് ബൈയും പറഞ്ഞ് മേരി വാനിൽ കയറി. അതിനുശേഷം ഉണ്ടായ സംഭവം അമേരിക്കയിൽ ഒരു പുതിയ നിയമം തന്നെ കൊണ്ടുവരാൻ കാരണമായി. ഹിച്ച് ഹൈക്കിംഗ് പോകാൻ തന്നെ മറ്റുള്ളവർ ഭയപ്പെടുന്ന വിധം മേരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായി വീഡിയോയുടെ താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ.